ഗീതാവാക്യം. പ്രകൃതി ദൃശ്യങ്ങൾ കണ്ട് അവരങ്ങനെ സഞ്ചരിക്കുമ്പോൾ സീതാദേവി ഭർത്താവിനോടായി ചിലത് പറഞ്ഞു. വലിയ ധർമ്മം നേടാൻ വിധി തന്നെ വേണം. കാമം എന്ന വ്യസനം വിട്ടവർക്കല്ലാതെ അത് സാധ്യമല്ല. കാമത്താൽ ഉണ്ടാകുന്ന വ്യസനങ്ങൾ 3 ഒന്നാമത്തേത് അസത്യകഥനം, രണ്ടാമത് പരസ്ത്രീഗമനം, പിന്നെ വൈരമില്ലാതെ നിഗ്രഹിക്കുക. തൻ്റെ സ്വാമി ഒരിക്കലും കളവ് പറയുകയില്ല. പരസ്ത്രീഗമനം രാമൻ ചിന്തിക്കുക പോലുമില്ല. ജിതേന്ദ്രിയനാണ് രാമൻ എന്നും സീത അറിയുന്നു. അതികഠിനമാണ് 3ാമത്തേത്. നേരിട്ട് തെറ്റ് ചെയ്യാത്തവരെ നിർദാക്ഷിണ്യം നിഗ്രഹിക്കുക. ആയുധമേന്തി നിൽക്കുന്ന രാമനെ കാണുമ്പോൾ സീതയ്ക്ക് വ്യസനമുണ്ടാകുന്നു. ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്ന മുനിമാരെ രക്ഷിക്കാൻ രാക്ഷസ നിഗ്രഹം ചെയ്യാമെന്ന് രാമൻ സമ്മതിച്ചതാണ്. സഹോദരനോടൊപ്പം ആയുധപാണിയായി ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നത് അതിനാണല്ലോ. ദണ്ഡകാരണ്യത്തിലേക്കുള്ള പോക്ക് സീതയെ വ്യസനിപ്പിക്കുന്നു. വില്ലും അമ്പും കയ്യിലേന്തി അനുജനൊന്നിച്ച് വൻ കാട്ടിലേക്ക് പോകുന്ന ശ്രീരാമസ്വാമി ഏതു കാടനെ കണ്ടാലും അമ്പയച്ചെന്ന് വരും. ചാപബാണധാരികളായ ക്ഷത്രിയർക്ക് ബലമേറും. ഒരു കഥ സീത പറഞ്ഞു. പണ്ട് ഒരു കാട്ടിൽ സത്യസന്ധനും നിർമ്മലനുമായ ഒരു യതിവര്യൻ തപസ്സനുഷ്ഠിച്ചിരുന്നു. ആ തപസ് മുടക്കുവാൻ ദേവേന്ദ്രൻ ആശ്രമത്തിൽ ചെന്ന് അത്യന്ത മൂർച്ചയുള്ളൊരു വാൾ സൂക്ഷിക്കാൻ ആ പുണ്യാത്മാവിനെ ഏൽപ്പിച്ചു. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയോടെ മാമുനി പോകുന്നിടത്തൊക്കെ ആ വാൾ കൊണ്ടു നടന്നു. കുറച്ചുനാൾ ചെന്നപ്പോൾ അതിൻ്റെ മൂർച്ചയിലും തിളക്കത്തിലും ശ്രദ്ധ തിരിഞ്ഞു. തപോനിഷ്ഠ കുറഞ്ഞു. ക്രമത്തിൽ ഹിംസയിലേക്ക് തിരിയുക മാത്രമല്ല, കൊല്ലുന്നതിൽ ഒരു രസവും താപസനുണ്ടായി. ശസ്ത്രസംസർഗം കൊണ്ട് നരകത്തിൽ പതിച്ചതായും കേട്ടിട്ടുണ്ട്. തൻ്റെ സ്വാമിയോടുള്ള സ്നേഹബഹുമാനങ്ങളാൽ പ്രേരിതയായി പറയുന്നു എന്നു മാത്രം. ഉപദേശിക്കാൻ താൻ പ്രാപ്തയല്ല. യാതൊരു വൈരവുമില്ലാത്തവരെ നിഗ്രഹിക്കാൻ തോന്നരുതേ എന്ന് ജനകാത്മജ അപേക്ഷിച്ചു. അയോധ്യയിൽ തിരിച്ചെത്തിയ ശേഷം ക്ഷത്രിയധർമ്മം സ്വീകരിക്കാം. നാടുവിട്ട് കാടുപോകിയ രാമൻ മുനിചര്യയിൽ കഴിയണം. അങ്ങനെ കാണുമ്പോഴാണ് സീതയ്ക്ക് മാത്രമല്ല ശ്വശുരന്മാർക്കും ശാശ്വത സന്തോഷമുണ്ടാകുന്നത്. ധർമ്മത്താൽ അർത്ഥമുണ്ടാകും. ധർമ്മത്താൽ സുഖം നേടാം. ധർമ്മത്തിൽ നിന്നെല്ലാ സിദ്ധിയും നേടാം. ഈ ലോക ജീവിതത്തിൻ്റെ കാതൽ ധർമ്മമാണ്. ആത്മാവിനെ നിർമ്മലമാക്കി തപോവനത്തിന് യുക്തമായ ധർമ്മം ശ്രീരാമചന്ദ്രപ്രഭു നിറവേറ്റണം. ഇപ്പറഞ്ഞതൊക്കെ സ്ത്രീ സഹജമായ ചാബല്യം കൊണ്ടാണെന്നും മഹാധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രനോട് ധർമ്മത്തെപ്പറ്റി ഉപന്യസിക്കാൻ താൻ ആളല്ലെന്നും തനിക്കറിയാം, സീത പറഞ്ഞവസാനിപ്പിച്ചു. എല്ലാം സശ്രദ്ധം കേട്ട രാമൻ പറഞ്ഞു, ദേവി, സ്നേഹം നിമിത്തം പറഞ്ഞതൊക്കെ വിദേഹ രാജപുത്രിയുടെ വംശമാഹാത്മ്യത്തെയും ധർമ്മജ്ഞാനത്തെയും വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ അങ്ങോട്ട് ചെന്ന് ആദരിച്ച് അനാമയം ആശംസിക്കേണ്ട തപോധനന്മാർ അനേകം ഇങ്ങോട്ട് വന്ന് അവർ അനുഭവിക്കുന്ന രാക്ഷസപീഡയെപ്പറ്റി ആഹ്ലാദിപ്പെടുന്നു. തപോനിഷ്ഠരായ ആ മഹർഷീശ്വരന്മാരുടെ തപസ്സിൻ്റെ പുണ്യം നഷ്ടപ്പെടുമെന്നതിനാലാണ് ക്രൂര രാക്ഷസരെ അവർ ശപിക്കാത്തത്. മാംസഭക്ഷകരായ രാത്രിചാരികൾ, കാമരൂപികൾ വന്ധ്യതപോധനന്മാരെ പിടിച്ചു ഭക്ഷിക്കുന്നു. യജ്ഞം ചെയ്യുമ്പോൾ ഹോമകുണ്ഡത്തിൽ രക്തമാംസങ്ങൾ വർഷിക്കുന്നു. പറഞ്ഞാൽ തീരാത്ത ശല്യങ്ങളാണ് സകല ലോകങ്ങൾക്കും സുഖം നേടിത്തരുന്നതിനായി പുണ്യതപസ്സനുഷ്ഠിക്കുന്ന താപസന്മാർക്ക് അവർ വരുത്തിവെക്കുന്നത്. മൈഥിലി, മഹർഷിമാർ കായികനികൾ മാത്രം ഭക്ഷിക്കുന്നവരാണ്, ധർമ്മചാരികളുമാണ്. ഋഷീശ്വരന്മാരുടെ ദീന അഭ്യർത്ഥന കേട്ടിട്ടാണ് ദണ്ഡകയിലെ മഹാമുനിമാരെ രക്ഷിക്കാമെന്നേറ്റത്. ഭക്തിവിശ്വാസങ്ങളോടെ തന്നോട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെപ്പോലും രാമൻ മറന്നുപോകുമെന്ന് സീതയ്ക്കറിയാമല്ലോ. സത്യത്തിനു വേണ്ടി രാമൻ ജീവനെ മാത്രമല്ല, വേണ്ടി വന്നാൽ ജീവനേക്കാൾ ജീവനായ സീതയെയും ലക്ഷ്മണനെയും ഉപേക്ഷിക്കും. താൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന ധർമ്മജ്ഞയായ ദേവിയുടെ വാക്കുകൾ ശ്രീരാമൻ അവഗണിക്കുകയില്ല. ആ വാക്കുകൾ രാമനെ സന്തുഷ്ടനാക്കുന്നുണ്ട്. സീതയോട് രാമൻ ഒന്നുകൂടി പറഞ്ഞു, നേരിട്ട് തെറ്റ് ചെയ്യാത്ത ഒരുവനെയും ഞാൻ വധിക്കുകയില്ല. രാമൻ പുറപ്പെടുകയാണ്. കുലച്ച വില്ലും ഘോരശരവും നിശിത ഖഡ്ഗവുമായി ശ്രീരാമചന്ദ്രൻ മുന്നിൽ, സീത മധ്യത്തിൽ, ആയുധപാണിയായ ലക്ഷ്മണൻ പിന്നിൽ. ഇങ്ങനെ അവർ ഘോര വനാന്തരത്തിലേക്ക് നടന്നു. ഒരു സ്ഥലത്ത് 13 മാസം, മറ്റൊരിടത്ത് 1 സംവത്സരം, ഇനിയൊരിടത്ത് 4 മാസം, ഒരാശ്രമത്തിൽ 5 മാസം, വേറൊരിടത്ത് 6 മാസം, വീണ്ടും മറ്റൊരിടത്ത് 7 മാസം, ഒരു ദിക്കിൽ 1.25 മാസം.
അന്യസ്ഥലത്ത് 3/4 മാസം, അന്യത്ര 3 മാസം, ഒരാശ്രമത്തിൽ 8 മാസം. ഇങ്ങനെ പർണശാലകളിൽ താമസിച്ച് സരളങ്ങളായ ദിവസങ്ങൾ പിന്നിട്ട് 10 വർഷം അവസാനിച്ചു. സുധീഷ്ണാശ്രമത്തിൽ നിന്നിറങ്ങുമ്പോൾ മുനി ക്ഷണിച്ചിരുന്നതനുസരിച്ച് വീണ്ടും മുനിയുടെ ആശ്രമത്തിൽ അവർ എത്തി. അല്പകാലം അവിടെ കഴിഞ്ഞു. ഒരു നാൾ സുധീഷ്ണ മാമുനിയോട് ശ്രീരാമൻ തങ്ങൾക്ക് അഗസ്ത്യ ബ്രഹ്മർഷിയെ കണ്ടു വന്ദിക്കാനും ശുശ്രൂഷിക്കാനും താൽപ്പര്യമുണ്ടെന്ന് അറിയിച്ചു. അത് വളരെ ഉചിതമായ ഒന്നാണെന്ന് മുനി അഭിപ്രായപ്പെട്ടു. നേരെ തെക്കോട്ട് 4 യോജന ചെന്നാൽ അഗസ്ത്യ ബ്രഹ്മർഷിയുടെ സഹോദരൻ തപസ് ചെയ്യുന്ന ഒരു ആശ്രമമുണ്ട്. ആ പുണ്യാശ്രമത്തിൽ ഒരു രാത്രി കഴിച്ച് അടുത്ത നാൾ കാടിൻ്റെ തെക്കുഭാഗത്തുകൂടി 1 യോജന നടന്ന് അഗസ്ത്യാശ്രമത്തിൽ എത്താം. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ സായം സന്ധ്യയെ വന്ദിച്ച് ഉപാസിച്ച് അഗസ്ത്യ ബ്രഹ്മർഷിയുടെ സഹോദരൻ്റെ ആശ്രമത്തിൽ എത്തി. പൂജാ സൽക്കാരാദികൾ കൈക്കൊണ്ട് ഒരു രാത്രി കഴിഞ്ഞു. പുലർവേളയിൽ മുനിയെ വന്ദിച്ച് മുനീന്ദ്രൻ്റെ അനുമതിയോടെ യാത്ര തുടർന്നു. അഗസ്ത്യമുനിയുടെ അനുഗ്രഹം. ദുഷ്ടമൃഗങ്ങൾ കൂടി വൈരം മറന്ന് കഴിയുന്ന അഗസ്ത്യാശ്രമം ദർശനത്താൽ തന്നെ പുണ്യം ലഭിക്കുന്നതാണ്. ക്രൂരനോ തന്നിഷ്ടക്കാരനോ ദുഷ്ടനോ അസത്യവാദിയോ ആയ ഒരുവന് അവിടെ കഴിയാനാകുകയില്ല. അത്ര പ്രഭാവമാർന്നതാണ് അഗസ്ത്യാശ്രമം. അചിന്ത്യവും അവാജ്യവുമാണ് അഗസ്ത്യരുടെ തപോബലം. അത്യത്ഭുത മാഹാത്മ്യങ്ങൾ ഒത്തിണങ്ങിയ അഗസ്ത്യ ഭഗവാന്റെ ആശ്രമത്തിലെത്തിയ ദാശരഥി സീതയും ഒന്നിച്ച് അനുവാദം വാങ്ങി വരാൻ ലക്ഷ്മണനെ നിയോഗിച്ചു. അഗസ്ത്യ ശിഷ്യൻ അതിവിനയത്തോടെ അതിഥികളെ സ്വാഗതം ചെയ്തു. രഘുവംശരത്നമായ ദാശരഥി ജാനകീദേവിയോടും സൗമിത്രിയോടും കൂടി ശാന്തമൃഗങ്ങൾ വിഹരിക്കുന്ന ആശ്രമത്തെ കണ്ട് മനസ്സു നിറഞ്ഞ് അഗസ്ത്യ ശിഷ്യനൊന്നിച്ച് അഗസ്ത്യഗൃഹത്തിലെത്തി. യഥാവിധി പാദ്യാസനാദികൾ നൽകി പൂജിച്ച് അതിഥികളെ ഇരുത്തിയ ഭഗവാൻ ഹോമം ചെയ്ത ശേഷം ശ്രീരാമചന്ദ്രനു നൽകിയ ഭോജ്യം വനവാസോചിതമായ കായ്ക്കനികളായിരുന്നു. വിശ്വകർമാവ് നിർമ്മിച്ചതും സുവർണരത്നാലങ്കൃതവും അത്യുഗ്രവുമായ വൈഷ്ണവചാപം, വിധാതാവിനാൽ ദത്തവും അമോഘവും അതിശ്രേഷ്ഠവും ഭാസ്കരദേവതുല്യവുമായ ബാണം, ആളിക്കത്തുന്ന അഗ്നി പോലെയുള്ള കൂരമ്പുകൾ, ഒടുങ്ങാത്ത അവനാഴികൾ, പൊന്നുറയിൽ പൊൻപിടിയുള്ള കരവാൾ എന്നിവ അഗസ്ത്യൻ രാമന് നൽകി. വൈകുണ്ഠനാഥൻ അസുരന്മാരെ ജയിച്ച ആയുധങ്ങളാണ് അവയൊക്കെയും. എല്ലാം ദാശരഥി സ്വീകരിച്ചു. സൂര്യൻ അസ്തമിച്ചു. രാത്രി വന്നെടുത്തു. പക്ഷികൾ ഉറങ്ങാനായി ചേക്കേറി. പകലിറങ്ങുന്ന മൃഗങ്ങൾ ഉറക്കമായി. രാത്രി സഞ്ചാരം ചെയ്യുന്ന മൃഗങ്ങൾ ഇറങ്ങി. കനത്ത കൂരിരുട്ട് കരിമ്പടം പോലെ ആകാശത്തും ഭൂമിയിലും വ്യാപിച്ചു. കനകക്കതിരുകൾ വാരി വിതറി സൂര്യൻ ഉദിച്ചപ്പോൾ അവർ മൂവരും അഗസ്ത്യ ബ്രഹ്മർഷിയെ വന്ദിച്ചു. സംപ്രീതനായ മഹാമുനി അനുഗ്രഹത്തോടെ പറഞ്ഞു: അച്ഛൻ നിർദ്ദേശിച്ച വനവാസക്കാലം ഏറെ പിന്നിട്ടു കഴിഞ്ഞു. പ്രതിജ്ഞാസാഗരത്തെ കടന്ന് രാമൻ മറുകരയിൽ സസുഖം എത്തിച്ചേരും. ആ പ്രദേശം മുഴുവൻ അത്യുഗ്രപൂർണമായി രാമൻ കണ്ടു. അനാഥർക്ക് അഭയകേന്ദ്രമായി മാറിയിരിക്കുന്ന ആ പുണ്യസമ്പത്തിൻ്റെ യാഥാർത്ഥ്യമറിയാൻ രാമൻ ഭഗവാനോട് ആരാഞ്ഞു. അഗസ്ത്യൻ വിവരിച്ചു. മഹാത്മാവായ ദണ്ഡകൻ ഉപേക്ഷിച്ച സ്ഥലമാണത്. ഭാർഗവന്റെ ശാപത്താൽ മനുഷ്യമൃഗവിഹീനമായി തീർന്നു. അതിദാരുണവും ഘോരവുമായ ശൂന്യാരണ്യം. വിദ്യാജലത്തിൻ്റെ തെക്കുഭാഗത്ത് അതിവിസ്തൃതമായ സ്ഥലം. അവിടെ മഴ പെയ്യാറില്ല. മന്ദമാരുതൻ വീശുന്നില്ല. ക്രൂരന്മാരായ രാക്ഷസരുടെ വിഹാരരംഗവുമായി. ആ കാലഘട്ടത്തിൽ അഗസ്ത്യൻ ഈശ്വരേച്ഛയാൽ ഹിമവത്സാനുവിൽ നിന്ന് വിന്ധ്യാജലത്തിലെ ആ പ്രദേശത്തേക്ക് പോന്നു. ചുട്ടുപഴുത്ത ഭൂമിയിൽ മഴ പൊഴിക്കാൻ മാമുനി ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. മഴ കൊണ്ട് ഭൂമി കുളിരണിഞ്ഞു. ഹിമവൽ പാർശ്വത്തിലെ ഉത്തമ വൃക്ഷങ്ങൾ അവിടെ നിറഞ്ഞു. നദികളും തടാകങ്ങളും കൊണ്ട് സസ്യശ്യാമസുന്ദരമായ കാനനം. ദണ്ഡകാരണ്യം അതീവ രമ്യമായി. ഇപ്പോൾ ഉഗ്രകർമ്മത്തോടെയുള്ള രാക്ഷസന്മാരുടെ ഉപദ്രവം വർദ്ധിച്ചിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ ചിത്രകൂടാചലത്തിലെത്തിയ ശേഷം രാക്ഷസപീഠ ഏറിയിരിക്കുന്നു. പിതൃപ്രതിജ്ഞാപാലനത്തോടൊപ്പം ആ പ്രദേശത്തെ ദോഷനിർമാർജനവും ശ്രീരാമചന്ദ്രൻ നടത്തണം. ഘോരകാനനത്തിൽ ശ്രീരാമനെ അനുഗമിച്ച് ദുസ്സഹമായ വനവാസം ചെയ്യുന്ന സീതയെന്ന മഹാമനസ്വിനിയെ മഹർഷി വാത്സല്യത്തോടെ അനുഗ്രഹിച്ചു. അരുന്ധതിയെപ്പോലെ പുണ്യവതിയായ ജാനകിയുടെ പാദസ്പർശത്താൽ ആ വനഭൂമി പവിത്രമായിരിക്കുന്നു.
ദണ്ഡകാരണ്യത്തിൽ സീതയും ഒന്നിച്ച് വസിക്കുവാൻ ഒരു സുരക്ഷിതമായ സ്ഥലം നിർദ്ദേശിക്കുന്നതിന് മഹർഷിയുടെ ദയവുണ്ടാകാൻ രാമൻ അഭ്യർത്ഥിച്ചു. അഗസ്ത്യൻ പറഞ്ഞു, ആ സ്ഥലത്ത് നിന്ന് 2 യോജന ദൂരെ പഞ്ചവടി എന്ന് പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്. നിർമ്മല ജലം, സുമധുരങ്ങളായ കായ്കിഴങ്ങുകൾ, ശാന്തസ്വഭാവികളായ മൃഗങ്ങൾ എന്നിവ ഒത്തുചേർന്ന ആ പവിത്ര ഭൂമിയിൽ ആശ്രമം തീർത്ത് സീതാസമേതനായി രാമന് വസിക്കാം. ശ്രീരാമചന്ദ്രനെ അഗസ്ത്യാശ്രമത്തിൽ തന്നെ പ്രതിജ്ഞയുടെ ബാക്കിക്കാലം കഴിക്കാം. എന്നാൽ സത്യപ്രതിജ്ഞനായ രാമൻ അയോധ്യ വാഴുന്ന ഭാവി താൻ ദീർഘദർശനം ചെയ്യുന്നതിനാലാണ് പഞ്ചവടിയിൽ വസിക്കാൻ നിർദ്ദേശിച്ചത്. അഗസ്ത്യ ബ്രഹ്മർഷി സമ്മാനിച്ച ദിവ്യ ആയുധങ്ങളുമായി ശ്രീരാമലക്ഷ്മണന്മാർ ആ ഘോര വിപിനത്തിലൂടെ സുപരിചിതർ എന്ന പോലെ പഞ്ചവടിയിലേക്ക് പ്രയാണം ആരംഭിച്ചു.